അന്നേരം റെഡിയാവത്തില്ലേ 11 41, 29 എന്നുള്ളതാണ്. ഇപ്പോഴും BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 48%, ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 43%, കോൺഗ്രസിന്റെ 7%, മറ്റുള്ളവർ 2 എന്നുള്ളതാണ്. മറ്റുള്ളവർ ചില BSP ഒക്കെ അവിടെ മത്സരിക്കുന്നുണ്ട് അല്ലെ? BSP എല്ലാ സീറ്റിലും മത്സരിക്കും. ചെറു പാർട്ടികൾ AIM മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJPയുടെ സഖ്യകക്ഷിയായിട്ട് JDU മത്സരിക്കുന്നുണ്ട്. JDU ഉണ്ട്, LJP അവരുടെ സീറ്റിൽ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ആം ആദ്മി പാർട്ടി തന്നെയാണ് ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നത്. അതാണ് ഈ ചെറിയ വോട്ട് പെർസെന്റേജ്. പക്ഷേ അപ്പോൾ പോലും BJPയുടെ ഒരു വലിയ മുന്നേറ്റം ഈ വോട്ട് ഷെയറിലൊക്കെ നോക്കിയാൽ കാണാം. കാരണം 38 നിന്ന് 48 എന്ന് പറയുമ്പോൾ 10% വോട്ട് വർധനവുണ്ടായിട്ടുണ്ട്. ഒരു 12% ഇടിവ് ആം ആദ്മി പാർട്ടിയും സംബന്ധിച്ചിട്ടുണ്ട്. ആ ഒരു 2%, 3% കൂടുതലായി കാണിക്കുന്നത് കോൺഗ്രസിലേക്കാണ്. ഇപ്പോൾ 7% എന്ന് പറയുമ്പോൾ ഒരു 2.5% വോട്ട് കൂടുതലുണ്ട് കോൺഗ്രസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മെച്ചപ്പെട്ട പ്രകടനം കോൺഗ്രസ് തവണ മൊത്തത്തിൽ നടത്തിയിട്ടുണ്ട്. അവിടെ ജയിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ അപ്പോൾ പോലും കോൺഗ്രസിന് വോട്ട് ശതമാനം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ലക്ഷ്യവും അതാണല്ലോ. കാരണം ആം ആദ്മി പാർട്ടി തുടർച്ചയായിട്ട് ജയിച്ചു പോകുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ്. അപ്പോൾ അത് ഒരു പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന പാർട്ടി ഡൽഹിയിൽ ഇല്ലാതാവും അല്ലേ? അത് ഈ ഇന്ത്യ സഖ്യത്തിന് കൈ കൊടുക്കുമ്പോൾ പോലും കോൺഗ്രസിന് അതറിയാം. ഒരു വിശാലമായ രീതിയിൽ BJPയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യ സഖ്യത്തിൽ കൈ കൊടുത്തത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് മത്സരിച്ചത്. ആം ആദ്മി പാർട്ടിക്ക് ആ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നു അത്തരം ഒരു സഖ്യം. കാരണം നേതാക്കളൊക്കെ ജയിലിലായിരുന്നു. കേജ്രിവാൾ ജയിലിലായിരുന്നു, മനീഷ് സിസോദിയ ജയിലിലായിരുന്നു, സഞ്ജയ് സിംഗിനെ ജയിലിലായിരുന്നു. അപ്പോൾ അന്ന് കോൺഗ്രസിനൊപ്പം തന്നെ ഒരു അനിവാര്യം ആയ ഘടകമായിരുന്നു ആം ആദ്മി പാർട്ടിക്കും അത്തരത്തിലുള്ള സഖ്യം. പക്ഷേ നിയമസഭ വ്യത്യസ്തമായ സാഹചര്യമാണ്. ആം ആദ്മി പാർട്ടിക്ക് ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷം ഉള്ളതാണ്. പക്ഷേ അങ്ങനെ പോകുമ്പോൾ പോലും ഇത്തവണ ഡൽഹി ആം ആദ്മി പാർട്ടിയെ തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. 29 സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി ഒതുങ്ങുന്നു. 41 സീറ്റുകളിൽ ലീഡുണ്ട് BJPക്ക്. കോൺഗ്രസിന് ഒറ്റ സീറ്റിലും ഇപ്പോൾ ലീഡ് നേടാനും സാധിച്ചിട്ടില്ല. അതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലും ഇപ്പോൾ സോംനാഥ് ഭാരതി മാളവ്യ നഗറിൽ പിന്നിലാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലീഡുണ്ടായിരുന്നു, പക്ഷേ പുറകിൽ പോകുന്നു എന്നുള്ളതാണ് സാഹചര്യം. കേജ്രിവാളിന് ലീഡുണ്ടെങ്കിൽ പോലും അത് 1000-ൽ താഴെ വോട്ടുകളുടെ മാത്രമാണ്. കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 21,000 വോട്ടാണ്. അങ്ങനെ നെക്ക് നെക്ക് ഫൈറ്റിൽ ഡൽഹി മണ്ഡലം